കഴിഞ്ഞ ദിവസം നാഗപ്പൂരിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം മുൻപോട്ട് പോകുമ്പോൾ വെളിവാകുന്നത് ബംഗ്ലാദേശിൻ്റെ IP വിലാസത്തിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയായിരുന്നു ഈ കലാപത്തിന് ആക്കം കൂട്ടിയ പോസ്റ്റുകൾ വന്നിരുന്നത്. അതിൽ പറയുന്നത് ഇപ്പോൾ നടന്ന ഒരു ചെറിയ കലാപമാണെന്നും വരാനിരിക്കുന്ന ഒരു വൻ കലാപമാണെന്നുമാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള 97 സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പോസ്റ്റുകളിലൂടെ ഇവരെ ഈ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഈ കലാപകാരികളെ അറിയിച്ചിരുന്നത്. ഏതായാലും പോലീസ് 34 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി MDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയുടെ പ്രസിഡന്റ് ഫഹീം ഷമീം ഖാൻ ഉൾപ്പെടെ 84 പേരെക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അവരെ പൊക്കി അകത്തിട്ടിരിക്കുന്നു. കാരണം വളരെ ആസൂത്രിതമായൊരു കലാപമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ ആളുകൾ സംഘടിക്കുകയും പെട്രോൾ ബോംബ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് വലിയ ആക്രമണമായിരുന്നു. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് വാഹനം പാർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ മുസ്ലിങ്ങളുടെ വാഹനം ഒഴിച്ചു നിർത്തി ഹിന്ദുക്കളുടെ വാഹനങ്ങൾ മാത്രം കത്തിക്കുന്ന തരത്തിലേക്കായിരുന്നു ആ കലാപം പോയത്. വെൽ പ്ലാനിങ്ങോടെ നടന്ന കലാപം. ഒപ്പം തന്നെ അവിടുത്തെ കടകളിൽ മുസ്ലിം കടകൾ ഒഴിച്ച് ഹിന്ദുക്കളുടെ കടകൾ മാത്രം കത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയായിരുന്നു ഈ കലാപത്തിനുണ്ടായിരുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇപ്പോൾ പുറത്തുവരുന്ന കൂടുതൽ വിവരങ്ങൾ അനുസരിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള IP അഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഏറെയും പ്രവർത്തിച്ചിരുന്നത്. കാരണം രാജ്യത്തിന് പുറത്തുള്ള ഒരു IP അഡ്രസ്സ് ആകുമ്പോൾ പെട്ടെന്ന് പിടികൂടാൻ കഴിയില്ല എന്നൊരു ധാരണയിലായിരിക്കണം ഇത്തരത്തിൽ മുൻപോട്ട് നീങ്ങിയത്. ഏതായാലും 34 ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോഗിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള വിവരവും പുറത്തു വരുന്നു. ഏതായാലും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.